ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്താണ്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. KSRTC ബസ്സിൽ വരുന്ന മൂന്ന് കാണും. എനിക്കിപ്പോൾ കൊച്ചുവേളിയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ കേരള സവാരി എന്നാണ് കേരള സർക്കാരിൻ്റെ പുതിയ ആപ്പ് ഉണ്ടല്ലോ, കേരള സവാരി വഴി ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്കിന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടുന്ന് നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ഗരീബ്രത്ത് എക്സ്പ്രസ്സിന് തൃശ്ശൂർ വരെ ഒരു യാത്ര പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആപ്പിൻ്റെ ഇൻ്റർഫേസ് മൊത്തത്തിൽ കൊള്ളാം. ഇത് ശരിക്കും നമ്മുടെ ഇതുപോലെ ഉണ്ട്, എന്താ നമ്മുടെ അതിൻ്റെ പേരെന്താ, മറ്റേ കർണാടകയിലുള്ള സവാരി എന്ന് പറഞ്ഞ ആപ്പ് പോലെ ഉണ്ട്. കർണാടകയിൽ ബാംഗ്ലൂരിലും സവാരി ആപ്പുണ്ട്. ഇപ്പോൾ ഇത് സവാരി തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. കേരള സവാരി എന്ന് പേരിട്ടുണ്ടെങ്കിലും ലൈവ് അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട് വണ്ടിയുടെ. നമ്മുടെ ഓല ഊബറൊക്കെ പോലെ തന്നെ ഉണ്ട്. പിന്നെ അതിപ്പോൾ 117 രൂപയാണ് ഇവിടെ നിന്നും കൊച്ചുവേളി വരെ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഓലയുടെയും ഊബറിൻ്റെയും ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ അതിൻ്റെ മുകളിൽ ഓവർലൈറ്റ് ഇട്ടേക്കാം. വണ്ടി വരുന്നുണ്ട്. വണ്ടി അടുത്തടുത്തടുത്ത് എത്തി എന്നാണ് പറയുന്നത്. ആ വരുന്ന വണ്ടി അവനാണ്. കയറിപ്പോയേക്കാം നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം ഇപ്പോൾ 2:28 5 മണിക്ക് എൻ്റെ വണ്ടി ഇവിടെ പോകുള്ളൂ. നമുക്ക് കുറേ സമയം ഇവിടെ കളയാണ്ട്. ഇതാണ് തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ മുകളിൽ നിലയുടെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് റിട്ടയറിംഗ് റൂമൊക്കെ വന്നെന്ന് തോന്നുന്നു. സ്റ്റേഷനുള്ളിലേക്ക് പോകാം. തിരുവനന്തപുരം സ്റ്റേഷനെ ഡീകൺജസ്റ്റ് വേണ്ടി പോകുന്നത് സാറ്റലൈറ്റ് സ്റ്റേഷനാണ്. അത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിപ്പം കഴിഞ്ഞ നേരെ പ്ലാറ്റ്ഫോമാണ്. ഈ സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ നല്ലൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ഉണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ്, പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ സൈഡ്. എനിക്കൊന്ന് മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ എന്തായാലും സമയം കിട്ടണമെങ്കിൽ അപ്പുറത്തൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ. ഇനി 2.5 മണിക്കൂർ കളയാണ്ട്. ഇതാണ് ഏതോ ഒരു ട്രെയിൻ. എനിക്ക് തോന്നുന്നു യോഗനഗരി ഋഷികേശ് ആണോ എന്നൊരു സംശയം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും റിട്ടയറിംഗ് റൂംസ്, ഡോർമെറ്ററി, ഫ്രഷപ്പ് അവൈലബിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് ബോർഡും വെച്ചിട്ടുണ്ട് എൻട്രൻസ് തന്നെ. ഇത് പണ്ടൊരു AC വെയിറ്റിംഗ് റൂമായിരുന്നു. ഇപ്പോൾ ഇത് AC വെയിറ്റിംഗ് റൂമല്ല, സാധാരണ വെയിറ്റിംഗ് റൂമായി. അപ്പുറത്തെ ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടിപ്പോയി. ഇതാണ് ഈ സ്റ്റേഷൻ്റെ അവസ്ഥ. നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈമിലുണ്ട്. നമുക്ക് പതുക്കെ ഈ സ്റ്റേഷൻ നടന്ന് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആ സ്റ്റേഷന് മൊത്തം 6 പ്ലാറ്റ്ഫോമാണുള്ളത്. ഈ 6 പ്ലാറ്റ്ഫോംസ് ഒന്നും കാണാം. AC വെയിറ്റിംഗ് ഹാൾ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തെ AC വെയിറ്റിംഗ് ഹാളിൽ നിന്ന് ബോർഡ് കാണാനുണ്ട്. AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ട് അതിനകത്ത് ഇരിക്കാം കുറച്ച് നേരം. AC വെയിറ്റിംഗ് ഹാൾ പ്ലാറ്റ്ഫോമിന് ഇങ്ങേ അറ്റത്തോട്ട് മാറ്റിയിട്ടുണ്ട് അവർ. ഇതാണ് ഇവിടുത്തെ AC വെയിറ്റിംഗ് ഹാള്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഈ ഹാള് നോക്കാം കേട്ടോ. സോഫ ചെറിയ ഹാളാക്കിയപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് നോക്കാം. നമുക്ക് തൽക്കാലം ഒന്ന് ബാക്കി പ്ലാറ്റ്ഫോംസൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് പതുക്കെ ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമും എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. അതിന് മുമ്പായിട്ട് ഇതാണ് പ്ലാറ്റ്ഫോം 6 ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിലുള്ളത് പ്ലാറ്റ്ഫോം 5. അതിൽ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി. കൊച്ചുവേളി, അതായത് തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ഗരീബ്രത്ത് എക്സ്പ്രസ് ആണ് പ്ലാറ്റ്ഫോം നമ്പർ 5 കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോം നമ്പർ 4 ഏതൊരു വണ്ടി കിടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4 കിടക്കുന്ന വണ്ടി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 6 കിടക്കുന്നത് മൈസൂർ തിരുവനന്തപുരം കേട്ടോ. യോഗനഗർ ഋഷികേശില്ല, മൈസൂർ തിരുവനന്തപുരം. ഇപ്പോൾ വൈകുന്നേരം തിരുവനന്തപുരം മൈസൂരായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 5 കിടക്കുന്നത് നമ്മുടെ വണ്ടിയാണ്. അതിൻ്റെ ലോക്കോ അവിടെ കാണാം. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 4 കിടക്കുന്നത് യോഗനഗർ ഋഷികേശ് തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അങ്ങേ അറ്റത്ത് ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരെയും. നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മളിതൊരു അമൃത് ഭാരത് എക്സ്പ്രസ് അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. അമൃത് ഭാരത് എക്സ്പ്രസ് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അധികം താമസിയാതെ അതിലും ഒരു യാത്ര ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൊച്ചുവേളി യാർഡ്. ഇവിടെ ആയിട്ടൊരു 2 സ്റ്റേബിളിംഗ് ലൈൻ പണിയാനുള്ള സ്ഥലമുണ്ട്. വേണമെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോം ആക്കാം, അല്ലെങ്കിൽ സ്റ്റേബിളിംഗ് ലൈൻ പണിയാനുള്ള സ്ഥലമുണ്ട്. അപ്പുറത്തോട്ട് മാറി 3 പിറ്റ് ലൈനുകളുണ്ട്. ആ പിറ്റ് ലൈനുകളിൽ ആദ്യത്തെ പിറ്റ് ലൈനിലേക്ക് കിടക്കുന്നത് നമ്മുടെ ബാനസ്വാടി SMET ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ് ആണ് ആദ്യത്തെ പിറ്റ് ലൈനിൽ കിടക്കുന്നത്. അതിനപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് പോകുന്ന ഗരീബ്രത്ത് എക്സ്പ്രസ്. ഇവിടെ ആയിട്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് മുംബൈയിലേക്ക് പോകുന്ന ഗരീബ്രത്തും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കേരള എക്സ്പ്രസ്സുമാണ് കേട്ടോ. ഇവിടെ കേരള എക്സ്പ്രസിൻ്റെ AC കോച്ചിൻ്റെ AC മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ ചർലപ്പള്ളി അമൃത് ഭാരതിൻ്റെ ലോക്കോ. വാപ്പ് 530183 ലാലാഗുഡ ഷെഡിൻ്റെ ലോക്കോ ആണ്. ഇനി ഇതിന് പോകായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഇത് വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. ഗരീബ്രത്തിന് കൺഫേംഡ് ടിക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗരീബ്രത്ത് അങ്ങ് ബുക്ക് ചെയ്തു. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ അത് മാത്രമല്ല ഇത് 5:45 പോയത്. തൃശ്ശൂർ എത്തുമ്പോൾ ഒരുപാട് വൈകുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോഴേ കുറച്ച് ആഴ്ചകളായിട്ട് വേണ്ടി തൃശ്ശൂർ എത്താൻ സ്ഥിരം ലേറ്റ് ആവുന്നുണ്ട്.
ഒരുപാട് ലേറ്റ് ആയപ്പോൾ തൃശ്ശൂർ നമുക്ക് കണക്റ്റിംഗ് ട്രെയിൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് മറ്റൊരു അവസരത്തിന് നമുക്കിത് ചെയ്യാം. നമുക്ക് പ്രോബ്ലി അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് പാലക്കാട് സൈഡിൽ നിന്നോ തൃശ്ശൂർ സൈഡിൽ നിന്നോ ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് അമൃത് ഭാരതത്തിന് കയറി വരാം. അങ്ങനെ നമുക്ക് അമൃത് ഭാരതത്തെ ട്രൈ ചെയ്യാം. റേക്കിന് ക്ലീനിങ് നടക്കുന്നുള്ളൂ, 5:45 ഇത് തിരിച്ചു പോവാം. ഈ അമൃത് ഭാരത് കോച്ചുകളെ RCF നിർമ്മിതമാണ്. ഇവിടെ ഇങ്ങനത്തെ കോച്ചുകൾക്ക്, RCF നിർമ്മിത കോച്ചുകൾക്ക് ഈ ചെറിയൊരു ബഫർ പോലത്തെ ഒരു സാധനം കാണാൻ പറ്റും. കാര്യം ഇതിൻ്റെ കപ്ലർ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട്. അതിന് കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു കപ്ലറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റുന്നില്ലത്. ഈ റോഡിൻ്റെ 37863 തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ്സാണ് 22633. അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നത് അമൃത് ഭാരത് എക്സ്പ്രസ്സാണ്. ഇപ്പുറത്ത് കിടക്കുന്നത്, ഇത് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2, അപ്പുറത്തുള്ളത് പ്ലാറ്റ്ഫോം 1. പ്ലാറ്റ്ഫോം 1-ലേക്ക് മിക്കവാറും ഇപ്പോൾ മറ്റേ നാഗർകോയിൽ കോട്ടയം എക്സ്പ്രസ് വരാൻ സാധ്യതയുണ്ട്. അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ സെക്കൻഡ് ക്ലാസ് കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. അതിപ്പോൾ കുറച്ച് നേരത്തെ ക്ലീൻ ചെയ്ത് പോയതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. വൃത്തിയുടെ കാര്യമൊക്കെ ശോഭം കേട്ടോ. കാര്യം ഇത് ഏതോ നോർത്ത് ഈസ്റ്റ് വണ്ടിയുടെ റേക്ക് ഷെയറിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. വലിയ വൃത്തിയൊന്നുമില്ല താറയൊക്കെ കണ്ടോ. പക്ഷേ സീറ്റുകളും മൊത്തത്തിൽ കൊള്ളാം. നല്ല ഡ്യുവൽ കളർ ടോൺ കോമ്പിനേഷനിലൊക്കെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ബാക്ക് റെസ്റ്റൊക്കെ കിട്ടുന്ന പോലെ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചാർജിങ് പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് യൂസ് ലാപ്ടോപ്സ് ഒക്കെ പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ സൈഡിലും ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ പോയിൻറ്റും ഉണ്ട്, USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, മൊത്തത്തിൽ തന്നെ വൃത്തിയുണ്ട്. ഈ ബർത്തിലും അവരെ കുഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഇതുണ്ട്. ഇതിനും ഒരു ചെറിയൊരു ഇതുണ്ട് കണ്ടോ, ചെറിയൊരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. പ്ലെയിനായിട്ടല്ല പണിതിരിക്കുന്നത്, ചെറിയൊരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ സംഭവം കളറായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു പ്രാവശ്യം ഇതിന് യാത്ര ചെയ്യണം ഏതെങ്കിലും ഒരു അമൃത് ഭാരത്. സാധാരണ സെക്കൻഡ് ക്ലാസ്സിലുള്ള പോലെ തന്നെയാണ്. 100 സീറ്റ് അപ്പുറത്തോട്ടുമുണ്ട് സീറ്റുകൾ. 100 സീറ്റ്, ഒരു സൈഡിൽ 3 ഡോറ്, സാധാരണ ഉള്ള പോലെ തന്നെ അതേ പാറ്റേൺ. നമുക്കെന്നാൽ പറ്റുമെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിലും തുറന്നുറപ്പണമെങ്കിൽ അതും ഒന്ന് കണ്ടേക്കാം. ഇവിടെ ഒരു സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം ശോകമായിരിക്കും, എന്നാലും നമുക്കൊന്ന് കണ്ടേക്കാം. തറയിൽ മൊത്തം കുപ്പി കിടക്കുക, വൃത്തി ആക്കൽ നടക്കുന്നുള്ളൂ. ആണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. സാധാരണ സ്ലീപ്പർ ക്ലാസ് പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല. ചാർജിങ് പോയിൻറ്റും അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ USB ചാർജിങ് പോയിൻറ്റും ഉണ്ട്, PD പോയിൻറ്റും ഉണ്ട്. Type C ചാർജിങ് പോയിൻറ്റ് 36 വാട്ട് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കളർ കോമ്പിനേഷൻ കൊള്ളാം. പിന്നെ ആൾക്കാർ അവരുടെ കലാവിരുദ്ധമൊക്കെ കാണിച്ചിട്ടുണ്ട്, വെട്ടിക്കയറൊക്കെ ചെയ്തിട്ടുണ്ട്. ആണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. കണ്ട് നല്ല ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ. അപ്പം ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ സ്കീം. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ അതേ കളർ സ്കീമാണ്. ക്ലീനിങ് സ്റ്റാഫ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് ക്ലീനിങ് നടക്കുന്നുണ്ട്. കണ്ണൂരിലുള്ള ജനശതാബ്ദി വരുന്നുണ്ട്. ബൈ ദ വേ, ഇതാണ് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻട്രൻസ് കേട്ടോ. മെയിൻ എൻട്രൻസ് നല്ല ഭംഗിയുള്ളൊരു എൻട്രൻസാണ്. മെയിൽ പോകാണ്ട്. മെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി പോയിട്ട് ഈ സൈഡിൽ എൻട്രൻസ് കൊണ്ടൊന്ന് കണ്ടേക്കാം. എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്പർ 20 മദ്രാസ് മെയിൽ, തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ മെയിൽ സൂപ്പർ ഫാസ്റ്റ്. പ്രിയപ്പെട്ട നമ്പർ 20 മദ്രാസ് മെയിൽ. ഇന്ന് ഈ വണ്ടിക്ക് പോകുന്നൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഒഫീഷ്യൽ വർക്കിന് വന്നായിരുന്നു, തീരുമോയെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു.
അതുകൊണ്ടാണ് പിന്നെ 5 മണിയുടെ വണ്ടി നോക്കിയത്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 എൻട്രി സൈഡിലുള്ള സ്റ്റേഷൻ ബിൽഡിംഗ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ വലിയ സ്ഥലമില്ല ഫ്രണ്ടിൽ. നേരെ തൊട്ടടുത്ത റോഡ്, പെരുമാതുറ റോഡെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഇവിടുന്ന് ബസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇതാണ്ടോ ബസ് അവൈലബിൾ ആണ്. കിഴക്കേക്കോട്ടയിലോട്ട് പോകുന്ന ബസ് വരുന്നത്. കിഴക്കേക്കോട്ടയിലേക്ക് ബസ് അവൈലബിൾ ആണ്. സിറ്റി ഫാസ്റ്റ് ബസ് ഉണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് സ്റ്റേഷൻ എൻട്രൻസ്. ഇവിടെ പണ്ടൊരു ഐ ലവ് കൊച്ചുവേളി ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സ്റ്റേഷൻ്റെ പേര് പറയുമ്പോൾ ബോർഡ് മാറ്റിയൊന്നും എനിക്കറിയില്ല. ഇതാണ് പഴയ സ്റ്റേഷൻ്റെ പുതിയ ലുക്ക്. ഐ ലവ് കൊച്ചുവേളി ബോർഡ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇതാണ് ഐ ലവ് കൊച്ചുവേളി ബോർഡ്, സെൽഫി സ്പോട്ട്. ഇതാണ് കൊച്ചുവേളി സ്റ്റേഷൻ്റെ പഴയ എൻട്രൻസ് സൈഡ്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡ്. ഒരു കുഞ്ഞ് സ്റ്റേഷൻ ബിൽഡിംഗ് ആയിരുന്നു. അതിൽ ഈ സാധനമൊക്കെ ഫിറ്റ് ചെയ്തതിനെ വലുതാക്കി കാണിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് എന്തായാലും. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 6 പോയിട്ട് AC വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാം. നമുക്കൊരു 4:30 വരെ, എന്നിട്ട് നമുക്ക് ട്രെയിനിലേക്ക് കയറാം. നമ്മുടെ വീഡിയോസിൻ്റെ മറ്റേ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് മനസ്സിലായത് ചില ആൾക്കാർക്ക് നമ്മുടെ ഈ എന്താ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റൈൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ നമ്മൾ സ്റ്റേഷൻ കാണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫോക്സ് അങ്ങനെ നമ്മുടെ ട്രെയിൻ ലോക്കോ ഇപ്പോൾ ജസ്റ്റ് കപ്പിൾ ചെയ്യുന്നു. 39428 കൃഷ്ണരാജപുരത്തിൻ്റെ ലോക്കോ ആണ്. ഇപ്പോൾ ലോക്കോ കപ്പിൾ ചെയ്യുന്നുള്ളൂ. സമയം ഇപ്പോൾ 4:18. ലോക്കോ ജസ്റ്റ് കപ്പിളിങ് നടക്കുന്നു അവിടെ. ഇത്രേ ആയിട്ടുള്ളൂ. അപ്പുറത്ത് കിടക്കുന്ന മൈസൂർ എക്സ്പ്രസ് ആണ്, തിരുവനന്തപുരം മൈസൂർ എക്സ്പ്രസ്. റോയപുരത്തിൻ്റെ ലോക്കോ എനിക്ക് നമ്പർ ക്ലിയർ ആവുന്നില്ല. ഇപ്പുറത്ത് കിടക്കുന്നത് അഹില്യനഗരി എക്സ്പ്രസ് ആണ്. അതായത് ഇൻഡോറിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് വന്ന വണ്ടി, സദൺ റെയിൽവേയുടെ വണ്ടിയാണ്. ഞാൻ കുറച്ചധികം നേരം നമ്മുടെ AC വെയിറ്റിംഗ് റൂമിലിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. കാര്യം ഫുള്ളായിരുന്നു, പാക്ഡ്, നിറച്ച ആൾക്കാരായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ലോക്കോ കപ്പിളിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത്. ഞാൻ പതുക്കെ പുറകോട്ട് നടക്കുകയാണ്. എൻ്റെ കോച്ച് ഏറ്റവും ബാക്ക് G1-ലാണ്, 16ാമത്തെ കോച്ചാണ്. ഞാൻ ജെൻസെറ്റ് ഭയങ്കരമായിട്ട് പുറകോടുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഫ്രണ്ടിലത്തെ കോച്ച് എന്ന് പറയുന്നത് G16 എൻ്റെ കോച്ച് എന്ന് പറയുന്നത് G1 G1 എന്ന് പറയുന്നത് ഏറ്റവും ബാക്കിലാണ് റേക്കിൻ്റെ. നമുക്ക് ഈ റേക്കിൻ്റെ ഫുൾ ലെങ്ത് നടക്കണം. അതുകൊണ്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോയേക്കാം. സമയം 4:21. 5 മണിക്കാണ് നമ്മളിവിടുന്ന് പുറപ്പെടുക. അയ്യോ, നടന്ന് അറ്റത്തെത്താറായി. ഇതെന്തത് വെളുത്തുള്ളിയോ? വെളുത്തുള്ളിലൂടെയാണ് ഏതോ വണ്ടിക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നതാണ് വെളുത്തുള്ളി. നടന്ന് ഞാൻ ഏറ്റവും ബാക്കിലെത്തി. ആ കാണുന്ന G1 നമ്മുടെ ഇന്നത്തെ കോച്ച്. ഒരു സൈഡ് ലോവർ ബർത്താണ് കിട്ടിയത്. സൈഡ് ലോവർ ബർത്താണ് പ്രിഫറൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സൈഡ് ലോവർ ബർത്താണ്. കാരണം നമുക്ക് കുറച്ച് നേരം കിടക്കുകയും ചെയ്യാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോറിലോട്ട് വരാൻ സൗകര്യമുണ്ട്. 222-947 ആണ് നമ്മുടെ കോച്ച്. 222-947 G1 നമ്മുടെ കോച്ച്. പിന്നെ പതുക്കെ കോച്ചിനകത്തേക്ക് കയറിയേക്കാം. കോച്ചിനകത്ത് കയറിയിട്ട് നമ്മുടെ ബർത്തൊന്ന് കണ്ടേക്കാം. സ്ലൈഡ് ടു ഓപ്പൺ. അതന്നെ നമ്മുടെ ബർത്ത്. ഇതാണ് കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ സാധാരണ നമ്മുടെ AC 3 ടയർ എക്കണോമിയിൽ കാണുന്ന ഇൻറ്റീരിയേഴ്സൊക്കെ തന്നെയാണ്. നാരോ ആയിട്ടുള്ള സീറ്റുണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട്, ടേബിളുണ്ട്. പിന്നെ ഇപ്പുറത്ത് സൈഡ് ലോവർ ബർത്ത് ഉണ്ട്. അപ്പോൾ ആ കാണുന്ന സൈഡ് ലോവർ ബർത്തിലാണ് ഞാൻ 71. ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് ഇതൊക്കെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ബർത്ത് തുറന്നിട്ട് നമുക്ക് കിടക്കാം കുറച്ച് നേരം. ഈ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ്റെ റിയർ എൻഡ് അങ്ങനെ ഫ്രീക്വൻ്റ്ലി കാണിക്കാൻ കിട്ടാറില്ലല്ലോ. അതുകൊണ്ടൊന്ന് കാണിച്ചേക്കാം. ഈ കാണുന്ന ഷെഡാണ് ഇവിടുത്തെ കോച്ച് കെയർ ഷെഡ്. അതായത് മറ്റേ കോച്ച് ഓവറോളിങ്ങൊക്കെ നടക്കുന്ന ഷെഡ്. പിന്നെ അങ്ങേ അറ്റത്ത് ദൂരെ കാണുന്ന നീല ഷെഡാണ് വീൽ ലേത്ത്. അതിനകത്തൊരു ഷണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് ഷണ്ടറോ അതിനകത്ത് നിൽക്കുന്ന കാണാം. ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ വണ്ടി റെഡിയാണ്, പുറപ്പെടാൻ റെഡി ആയിട്ടുണ്ട്. സമയം 4:52. ഇനി 8 മിനിറ്റ് ഉണ്ട്. അല്പം മുമ്പായിട്ട് മൈസൂർ എക്സ്പ്രസ് വിട്ടുപോയിരുന്നു. അതിനെ ഏകദേശം 2 മിനിറ്റ് ലേറ്റായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടത്. സമയം കൃത്യം 5 മണി. കൃത്യം 5 മണിയപ്പം പ്ലാനിങ് തുടങ്ങി. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള നമ്മുടെ ചെറിയൊരു യാത്ര ഇവിടെ തുടങ്ങുകയായി.
ഈ വണ്ടി തന്നെ പാലക്കാട് മുതൽ ബാംഗ്ലൂർക്കുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് പണ്ട് ICF ആയിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ LHB കോച്ചസ് വന്ന പിന്നെയുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഇവിടെ നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കാണാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തിരുവനന്തപുരം നോർത്ത് മുതൽ തൃശ്ശൂർ വരെയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. പാലക്കാട് വരെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് നിന്ന് രാത്രി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയ്ക്ക് ബസ് കിട്ടാൻ ഇത്തിരി ടാസ്ക്കാണ്. ടാസ്ക് അല്ല, ഫ്രീക്വൻസി കുറവാണ്. പിന്നെ ചിലപ്പോൾ സീറ്റൊന്നും കിട്ടില്ല, നമ്മൾ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഞാൻ തൃശ്ശൂർ ഇറങ്ങുന്നതാണ്. തൃശ്ശൂരിൽ നിന്നാകുമ്പോൾ പിന്നെ നമുക്കൊരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ തൃശ്ശൂർ 1.5 മണിക്കൂറുണ്ടെങ്കിൽ തൃശ്ശൂരിന് പെരിന്തൽമണ്ണ എത്തും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഗരീബ്രത്തിൽ യാത്ര ചെയ്തപ്പോഴും ഇതേ പ്ലാറ്റ്ഫോമിലാണ് പുറപ്പെട്ട. അന്ന് നമ്മൾ തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT ഗരീബ്രത്തിനായിരുന്നു യാത്ര ചെയ്തത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതായത് അത് LHB കിട്ടി ഏകദേശം കുറച്ചധികം വൈകാണ്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഇത് വണ്ടി പറഞ്ഞ് നിർത്തിച്ചതാണോ? അല്ല കേട്ടോ, ബ്രേക്ക് ടെസ്റ്റ് ആയിരുന്നു. എന്തായാലും എനിക്ക് അവസരം കിട്ടിയ സ്ഥിതിക്ക് പ്ലാറ്റ്ഫോം 6 ഒന്നും കൂടെ കാണിച്ചേക്കാം. ഇതാണ് പ്ലാറ്റ്ഫോം 6. നേരത്തെ മൈസൂർ എക്സ്പ്രസ്. ഇപ്പോൾ സമയം 5:02 വണ്ടി ഇപ്പോഴും നിന്ന് കിടക്കുകയാണ് ഇവിടെ. നമ്മൾ വീണ്ടും എടുക്കുകയായി. സമയം 5:03. എന്തായാലും നിർത്തിയെന്നല്ല, ബ്രേക്ക് ടെസ്റ്റ് അല്ല, എന്തായാലും എന്തോ കാരണം കൊണ്ട് നിർത്തിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിട്ടു. ഈ സ്റ്റേഷനെ ആകെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജേ ഉള്ളൂ കേട്ടോ. തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ സാറ്റലൈറ്റ് സ്റ്റേഷനാണ്. എന്നിട്ട് ആകെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണുള്ളത്. അതും കൊല്ലം എൻഡിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ കോച്ചിൽ നിന്ന് G1-ലായിരുന്നു. ഫുട് ഓവർ ബ്രിഡ്ജിൽ നിന്ന് റേക്കിൻ്റെ ഫുൾ ലെങ്ത്ത് നടന്ന് പുറകിലെത്തിയാൽ മാത്രമേ എൻ്റെ കോച്ചിലെത്തുള്ളൂ. അത് റെയിൽവേ എന്തുകൊണ്ടാണോ രണ്ടാമതൊരു ഫുട് ഓവർ ബ്രിഡ്ജും കൂടി പണിയാത്തത്? ഇവിടെ 2 ഫുട് ഓവർ ബ്രിഡ്ജ് വേണം തീർച്ചയായിട്ടും. നമ്മളങ്ങനെ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇതാണ് തിരുവനന്തപുരം നോർത്തിൻ്റെ സ്റ്റേഷൻ ബിൽഡിങ്. അവിടെ പുറത്തൊരു ലോ ഫ്ലോർ വണ്ടി കിടക്കുന്നുണ്ടല്ലോ. ലോ ഫ്ലോർ അല്ല, ഇലക്ട്രിക് ബസ് കിടക്കുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നു. നേരത്തെ പറഞ്ഞായിരുന്നു ഈ കിടക്കുന്ന അഹില്യനഗരി എക്സ്പ്രസ് ആണ് തിരുവനന്തപുരം ഇൻഡോർ. ഒരു പ്രാവശ്യം എനിക്ക് ഇൻഡോർ വരെ പോകണം ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ പോയിട്ടില്ലാത്ത ഒരു റൂട്ടാണ് അറ്റത്തെത്തുമ്പോൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സ്ട്രെച്ച് ഫുള്ള് ഇരുട്ടത്താണ് പാസ് ചെയ്യുന്നത്, 2 ഡയറക്ഷനിൽ. അരക്കോണത്തിനൊരു P4-ഉം കാൺപൂരിനൊരു വാഗണായനും കിടക്കുന്നു. ഇന്ന് പല വണ്ടികൾ എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ട്രിപ്പ് ഷെഡ് ഇല്ല. ഇവിടെ ട്രിപ്പ് ഷെഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ട്രിപ്പ് അവസാനിക്കുന്ന ലോക്കോസ് എല്ലാം ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് അങ്ങ് പോകും. ഒരു വേസ്റ്റ് കൂന തന്നെ ഉണ്ട്. ഇതിലും വലിയ കൂന ഉണ്ടായിരുന്നു ഇവിടെ. അത് കുറേയൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്തു വരും. അപ്പോൾ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ നമ്മൾ പുറത്തിറങ്ങുന്നു. ആ കാണുന്ന റേക്ക് കേരള എക്സ്പ്രസിൻ്റെ റേക്കാണ്. കേരള എക്സ്പ്രസിൻ്റെ റേക്കിൻ്റെ മെയിൻ്റനൻസ് തിരുവനന്തപുരം നോർത്ത് കോച്ചിങ് ഡിപ്പോയിലാണ്. കേരള എക്സ്പ്രസ് പോലത്തെ ഒരു പ്രസ്റ്റീജിയസ് ട്രെയിൻ ഈ കോച്ചിങ് ഡിപ്പോയിൽ വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇവരുടെ പൊതുവെ മെയിൻ്റനൻസ് ഭയങ്കര മോശമാണ്, ഭയങ്കര ശോകമാണ് ഇവരുടെ മെയിൻ്റനൻസ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ തിരുവനന്തപുരം സൗത്ത്, അതായത് നേമത്തെ പുതിയ കോച്ചിങ് ടെർമിനൽ വരുമ്പോൾ ചിലപ്പോൾ ഈ റേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും. അങ്ങേ അറ്റത്ത് നമ്മുടെ ചാർലപ്പള്ളി അമൃത് ഭാരത് പുറപ്പെടാൻ റെഡിയായിരിക്കുന്നത് കാണാം. അവനിവിടുന്ന് എനിക്ക് തോന്നുന്നു 5:45 പുറപ്പെടുക. ലോക്കോക്ക് എന്തായാലും ആക്റ്റീവായി കഴിഞ്ഞു. 5:30 5:45 കണ്ടാണ് ഇവിടുന്ന്. എക്സാക്റ്റ് ടൈം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ മൊത്തമായിട്ട് കാണാം. 6 പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. പ്ലാറ്റ്ഫോം 1, 2, 3, പിന്നെ പിറ്റ് ലൈൻസ്, പിന്നെ പ്ലാറ്റ്ഫോം 4, 5, 6 അങ്ങനെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. അപ്പം അങ്ങനെ നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഇതിപ്പോൾ എന്തിനുള്ള പാലമാണോ? ഇത് റെയിൽവേ പാലമാണ്. ഇത് ഷണ്ടിങ് ലൈൻ ആണെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോഴത്തെ സൈഡിൽ സ്ലാൻഡിൽ ലെവൽ ചെയ്തിട്ടുണ്ട്. ഷണ്ടിങ്ങിനൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ പോസ്റ്റ് ചെയ്യാം. കണ്ടിട്ട് ഷണ്ടിങ്ങിനൊക്കെ പോലെ ഉണ്ട്. ഇവിടെ പാലത്തിൻ്റെ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഗേഡേഴ്സ് മാറ്റാനുള്ളതാണോ അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ ഗേഡേഴ്സ് മാറ്റി PSC ഗേഡർ ആക്കാനുള്ളതായിരിക്കും അത്. അവിടെ പോള വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്. പോള വൃത്തിയാക്കലാണോ അടിയിലോട്ടുള്ള ഡീസൽറ്റിങ് വല്ലതാണോ അറിയില്ല കേട്ടോ. അങ്ങനെ തിരുവനന്തപുരം നോർത്തിൽ നമ്മൾ മെയിൻ ലൈനിലേക്ക് ഇറങ്ങി. നമ്മൾ ലാസ്റ്റ് കോച്ചാണ്. കഴക്കൂട്ടം സ്റ്റേഷനാണിത്. താമ്പരം, രാമേശ്വരം, തിരുവനന്തപുരം അമൃത എക്സ്പ്രസിൻ്റെ റേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ചെന്നൈ മെയിൻ്റനൻസ് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വേണം തട്ടുകയല്ലേ. ഇപ്പോൾ കഴക്കൂട്ടം സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ പരത്തിയൊരു പ്ലാറ്റ്ഫോം പോലെ പണിയുന്നുണ്ട്. ഫ്രൈറ്റ് അൺലോഡിങ്ങിനാണെന്ന് തോന്നുന്നു. കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ. ഈ പാസഞ്ചർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ ഇവൻ തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചറായിട്ട് പോകും. കണിയപുരം എത്തി. കണിയപുരം ശബരി എക്സ്പ്രസ് വരുന്നുണ്ട്. വരികയല്ല, അവനവിടെ നിന്ന് മുറുക്കുമ്പോഴേ നിന്ന് കിടക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടറായിട്ടേ ഉള്ളൂ. രാംരാജ് ശബരി എക്സ്പ്രസ് ആണ്. ഞാനിപ്പോൾ ഈ തിരുവനന്തപുരം ടു തൃശ്ശൂർ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ചോദ്യമുണ്ടോ ഞാൻ എങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നതെന്നുള്ളത്. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് 16128-നാണ്. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിന്. അതൊരു കംപ്ലീറ്റ്ലി ഓവർനൈറ്റ് യാത്രയായിരുന്നു. ഓവർനൈറ്റ് യാത്രയായിരുന്നു മാത്രമല്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വണ്ടി കയറുകൊണ്ട് കിടന്ന് ഉറങ്ങി. ട്രിവാൻഡ്രം വരെ ഞാൻ ഉറങ്ങി. അതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇൻകമ്മിങ്ങിൻ്റെ പേര്. സഡനായിട്ട് വന്നൊരു ഒഫീഷ്യൽ പ്രോഗ്രാമായിരുന്നു. അതായത് ലാസ്റ്റ് മിനിറ്റ് എന്നെ വിളിച്ച് പറയുമായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വന്നൊരു ഒഫീഷ്യൽ വർക്കായിരുന്നുകൊണ്ട് ആദ്യം കിട്ടിയ വണ്ടിക്കും ആദ്യം ടിക്കറ്റ് കിട്ടിയ വണ്ടിക്ക് കയറുക എന്നുള്ള കൺസെപ്റ്റായിരുന്നു. നമ്മളിപ്പോൾ കാപ്പിൽ സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ അധികം താമസിച്ചാൽ പരശുറാമിനെ ക്രോസ് ചെയ്യണം. ഈ വണ്ടിയിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട്. ഞാൻ ഓൺ ബോർഡ് കാറ്ററിംഗുകാരും കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കാപ്പി അതുപോലെ ഈ മറ്റേ ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനൊരു കാപ്പി മേടിച്ചപ്പോൾ എന്നോട് 15 രൂപ ചോദിച്ചു. ഞാൻ ചോദിച്ചത് 10 രൂപ എന്നൊരു റേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ആദ്യം ഒന്ന് ഉരുണ്ട് കളിച്ചു. പിന്നെ ബസ് ടീക്കാന്ന് വേണ്ട നടന്നു പോയി. ഞാൻ എന്ത് ബസ് ടീക്കാന്ന് വെച്ചു. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും 15 രൂപയാണ് കാപ്പിക്ക് കൊടുത്തത്. 10 രൂപയുടെ സാധനം 15 രൂപ. അതും അറിയാലോ, റെയിൽവേ കാപ്പി അറിയാലോ, നല്ലോണം മധുരമായിട്ടൊരു വാട്ടവെള്ളം. നമ്മളങ്ങനെ പരവൂർ സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. പറയുമ്പോൾ തന്നെ പരശൂടെ ഉണ്ട്. അപ്പുറത്തും ഒരു എം ടി റേക്ക് കിടക്കുന്നുണ്ട്, ഇപ്പുറത്തും ഒരു എം ടി റേക്ക് കിടക്കുന്നുണ്ടായിരുന്നു.
നമ്മുടെ ഏതോ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്നുള്ള സൺറൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇരവിപുരം സ്റ്റേഷൻ പാസ് ചെയ്തു. നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ മറ്റേ മൈസൂരുണ്ട്, തിരുവനന്തപുരത്ത് മൈസൂർ എക്സ്പ്രസ് നമ്മുടെ തൊട്ട് മുന്നിൽ. അതിപ്പോൾ ജസ്റ്റ് കൊല്ലം സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും, അത്രേ ആയിട്ടുള്ളൂ. നമ്മൾ ഈ കറക്റ്റായിട്ട് ഒരു ഒന്നല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ 1.5 സ്റ്റേഷൻ പുറകിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച കാണാനുണ്ട്, അത് മോസ്റ്റ്ലി നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആയിരിക്കണം. നേത്രാവതി വരുന്നുണ്ട്. ഇപ്പം നേത്രാവതി മൺസൂൺ ഷെഡ്യൂൾ ആയതുകൊണ്ടുള്ള ഇതാണ്, അതുകൊണ്ടാണ് ഈ സമയം വന്നത്. അല്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് തിരുവനന്തപുരം എത്തണം. മൺസൂൺ ഷെഡ്യൂൾ ആയതുകൊണ്ട് തിരുവനന്തപുരത്തേക്കുള്ള അറൈവൽ കുറച്ചും കൂടി ലേറ്റ്, 7-7:30 ആവും. നമ്മൾ ഈ മൺസൂൺ ഷെഡ്യൂൾ ഒരിക്കൽ നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിൽ എറണാകുളം ടു തിരുവനന്തപുരം യാത്ര ചെയ്തിട്ടുണ്ട് മൺസൂൺ ഷെഡ്യൂളിൽ. കഴിഞ്ഞുമല്ല, നല്ല കുറച്ച് മഴ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഈ റോഡിൻ്റെ 37462 ആണല്ലോ. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ലിവറി. ഇതാണ് പുതിയ മൾട്ടി ലെവൽ കാർ പാർക്ക്. ഇത് കമ്മീഷൻ ചെയ്തു, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പുറത്തായിട്ട് സ്റ്റേഷൻ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ കാണാൻ കഴിയും. ഓപ്പോസിറ്റ് ലൈനിലൊരു വണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ മഞ്ഞ ബിൽഡിംഗ് എന്താണെന്ന് അറിയില്ല. സ്റ്റേഷൻ റിലേറ്റഡ് തന്നെയാണ് ഓഫ്കോഴ്സ്, പക്ഷെ എന്തിൻ്റെ ബിൽഡിംഗ് ആണെന്ന് അറിയില്ല. അതിനപ്പുറത്ത് സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതാണ് പുതിയ സ്റ്റേഷൻ ബിൽഡിങ്. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മഞ്ഞ ബിൽഡിംഗ് പാർസൽ ഓഫീസ് ആൻഡ് ക്ലോക്ക് റൂം. ഈ പുതിയ സ്റ്റേഷനകത്തെ ടോയ്ലറ്റും അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. പ്ലാറ്റ്ഫോം നമ്പർ 1 पर आएगी. മംഗളൂരു ജംഗ്ഷൻ നാഗർകോവിൽ അമൃത് ഭാരത്താണ് വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക്. ഇവിടെയൊക്കെ സ്റ്റേഷൻ ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട്. ഇത് പുതിയ സ്കൈ ഡെക്കാണ്. അതിനപ്പുറത്താണ് ബിൽഡിങ്. ഇത് അമൃത് ഭാരത് അത്യാവശ്യം സ്പീഡിൽ തന്നെ കയറി വരുന്നുണ്ട്. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ബാക്ക് 530104 ഈ റോഡിൻ്റെ ലോകം. മംഗളൂരു ജംഗ്ഷൻ നാഗർകോവിൽ ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് 16330. ഈ വണ്ടിക്ക് നമ്മളൊരു എൻഡ് ടു എൻഡ് ട്രിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, അധികം താമസിക്കാതെ. ഈ ബുധനാഴ്ച ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുധനാഴ്ചകളിൽ ലീവ് എടുത്ത് പോകണം അതിന് വേണ്ടി. ഇതാണ് കൊല്ലത്ത് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. നമ്മൾ സ്റ്റാർട്ടറായി കഴിഞ്ഞു, നമ്മൾ പുറപ്പെടുകയായി. ഇവിടെ കൊല്ലത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. ഇതാണ് പുതിയ ഇത് വരാൻ പോകുന്നത്, സ്കൈ ഡെക്ക് വരാൻ പോകുന്നത്. ഇവിടെ പുതിയ ലിഫ്റ്റാണ് ഒന്ന് വരുന്നത്. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുകയാണ്.
നമുക്ക് തൊട്ട് പുറകെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് വരും, തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. അതിനും കൂടുതൽ യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അവിടെ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞ പോലെ അവിടെ ട്രാക്ക് എനിക്കൊന്നു സ്ലീപ്പർ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. നടക്കുന്നുണ്ട്. നമുക്കൊന്ന് റൈറ്റ് സൈഡിലോട്ട് വരാം. അമൃതവാരത്തിൻ്റെ ബാക്കിലെ ലോക്കം കൊണ്ടൊന്ന് കണ്ടേക്കാം. 3085 ആണ് ബാക്കിലെ ലോക്കോ. കൊല്ലം മെമ്മൂഷൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. കൊല്ലം സ്റ്റേഷനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ മറ്റേ പുനലൂർ മധുര എക്സ്പ്രസ് ചിലപ്പോൾ നമ്മളിവിടെ വെച്ച് ക്രോസ് ചെയ്യുന്ന വിചാരിച്ചായിരുന്നു. പക്ഷേ അവൻ കിളികൊല്ലൂർ എത്തേണ്ട സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെങ്കോട്ടപ്പാത നമുക്ക് പാരലായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണം. അല്പം മുന്നിലായിട്ട് അത് തിരിഞ്ഞു പോകും. ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് കൊല്ലം ചെങ്കോട്ടപ്പാത. കൊല്ലം ചെങ്കോട്ടയം മധുരൈ അങ്ങനെ പോകുന്ന പാത. അതുവഴി നമുക്കൊരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാലം പണിയുന്നതിന് കുറേ കാലമായിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. നമ്മുടെ PWDയുടെ വർക്കാന്ന് തോന്നുന്നത്. മിക്കവാറും കിഫ്ബി ആയിരിക്കും. എന്തായാലും അങ്ങനെ നമ്മൾ അഷ്ടമുടിക്കായൽ പാസ് ചെയ്തു. ഇവിടെ ഇപ്പോൾ എന്തോരം റിസോർട്ടുകളാണെന്നറിയോ? ഒരുപാട് റിസോർട്ടുകളാണ് ഇപ്പോൾ മൺട്രോത്തുരുത്തിൽ. പ്രദേശം മൊത്തം ഇപ്പോൾ മറ്റേ വിദേശികൾ വന്ന് കയറുന്ന റിസോർട്ടുകളാണ്. ഇന്ത്യക്കാരെ അങ്ങനെ കാര്യമായിട്ട് മൺട്രോത്തുരുത്തിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വിദേശികൾ നല്ലോണം വരുന്നുണ്ട്. ഞാൻ ഒരുപാട് വിദേശികളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസ്, മൺട്രോത്തുരുത്തിൽ നിന്നുള്ള വീഡിയോസ്. അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ മെമു ട്രെയിനിൽ കയറുന്ന ഭയങ്കര അതിശയം. അങ്ങനത്തെ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. കാര്യം മെമു ട്രെയിനിന് 10 രൂപ 20 രൂപയൊക്കെയല്ലേ ടിക്കറ്റ്. ആ ചെറിയ തുക കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര അതിശയമാണ്. പ്ലാറ്റ്ഫോമിൽ കണ്ട ആൾക്കാർ ഉടനെ പാസഞ്ചർ ട്രെയിനിലും വരുന്നുണ്ടോയെന്ന് അറിയില്ല. അതിന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണോന്ന് അറിയില്ല. കല്ലടയാർ എത്തി. കല്ലടയാർ ആറങ്ങനെ തിരിഞ്ഞങ്ങ് പോവുക. കല്ലടയാർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ദിവസം അങ്ങനെ പതുക്കെ എൻഡ് ആവുകയാണ്. നമ്മൾ ശാസ്താംകോട്ടിലൊരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പോയില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഓച്ചിറ എത്താറായി. ആലപ്പുഴ കൊല്ലം മെമു ആയിരുന്നു. ഇതാണ് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റോഡ് മെമു ആയിട്ട് ഷൊർണൂർ എറണാകുളം ഒക്കെ ഓടുന്ന ട്രേക്കാണത്. ഓച്ചിറ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. നമുക്ക് മുന്നിൽ ആക്ച്വലി 2 ട്രെയിൻ ഉണ്ടായിരുന്നു. ഒന്ന്
ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് മൈസൂർ എക്സ്പ്രസ്, അതുകൂടാതെ മറ്റേ നമ്മുടെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ഉണ്ടായിരുന്നു. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് നമ്മൾ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അതുവഴി പോയായിരുന്നു. വാഗണൈനായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. അതും നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അപ്പോൾ അവൻ ആക്ച്വലി നമുക്ക് തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടാവും കോട്ടയം വരെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം പണി കിട്ടാൻ സാധ്യതയുണ്ടാവും. കാരണം നമുക്കിപ്പോൾ ഡിലേ ഉണ്ട്, വലിയ ഡിലേ അല്ല, എനിക്കൊന്നൊരു 5-10 മിനിറ്റിനുള്ളിലുള്ള ഡിലേ ഉണ്ട് നമുക്ക്. ഈ കോച്ചിൻ്റെ മിക്കവാറും കോച്ചുകളിലൊക്കെ തന്നെ, ഈ ട്രെയിനിൻ്റെ മിക്കവാറും കോച്ചുകളിലൊക്കെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേ വർക്കിംഗ് ആണ് കേട്ടോ. കാരണം പല കോച്ചുകളിലും നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ കോച്ചിൻ്റെ വർക്കിംഗ് ആണ്. ഒരുപാട് പേര് ട്രാക്ക് മുറിച്ച് കിടക്കുന്നുണ്ടെന്ന് ഹോൺ നിർത്താൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്കാർ തിരക്കുണ്ട് അവിടെ. ഏത് ട്രെയിനിനൊന്നും ആൾക്കാരാണോ? അങ്ങേറ്റത്തെ പ്ലാറ്റ്ഫോമിൽ തിരക്ക് മൊത്തം വരുന്നത്. ഈ പോകുന്ന എറണാട് എക്സ്പ്രസ് ആയിരിക്കണം. അരക്കോണത്തിന് 22784 എറണാട് എക്സ്പ്രസ്. ഇന്ന് വന്ദേ ഭാരതിലാന്നുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. മൈസൂർ പോയി കഴിഞ്ഞു. കായംകുളത്തുനിന്ന് പുറപ്പെടുന്നു. കായംകുളം സ്റ്റേഷനിൽ പോയി ഓൺബോർഡ് കാറ്ററിംഗുകാർ ഫുഡിന് ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡിന് ഓർഡർ ട്രെയിനിൽ തന്നെ കൊടുത്തു. ട്രെയിനിൽ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ട. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേഷനിലൊന്നും പിടിക്കാൻ പറ്റിയില്ല. അറിയില്ല. നമ്മൾ സ്റ്റേഷൻ വിട്ടുടനെ നമ്മൾ വലത്തോട്ട് കോട്ടയം ലൈനിലേക്കും കയറും. ഇനിയും കൂടി ഇരുട്ടായിരിക്കും. നല്ലോണം സ്റ്റേഷൻസൊക്കെ കാണിച്ചു പോകാം. എൻ്റർവെയിൽ മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പിന്നെ എറണാകുളം, ആലുവ, തൃശ്ശൂർ. അതാണ് എൻ്റർവെയിലിൻ്റെ സ്റ്റോപ്പേജ് പാറ്റേൺ. മാവേലിക്കര ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് നോക്കി കൺഫേം ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയം ലൈനിലോട്ട് കയറി. ഈ ലെഫ്റ്റ് കാണുന്ന 2 ലൈനുകളാണ് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് പോകുന്നത്. അഥവാ എറണാകുളം, ആലപ്പുഴ, കായംകുളം EAK ലൈൻ. EAK ലൈനിന്, അതായത് എറണാകുളം, ആലപ്പുഴ, കായംകുളം ലൈനിന് ഏകദേശം കോട്ടയം ലൈനൊക്കെ ഒരു 10 കിലോമീറ്ററോളം ദൂരം കുറവാണ്. ഇനിയിപ്പോൾ എറണാകുളം, ആലപ്പുഴ, കായംകുളം ലൈന് ഡബിളിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ പൊളിക്കും. കാര്യം അത് 110 kmph സെക്ഷനാണ്. ചിലപ്പോൾ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു 130 ആക്കിയെന്ന് വരും. പൊളിക്കും. പിന്നെ വന്ദേ ഭാരതൊക്കെ എനിക്ക് തോന്നുന്നു സുഖമായിട്ട് എന്താ പറയുക 5 മണിക്ക് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ, വൈകുന്നേരം 4 മണിയുടെ വന്ദേ ഭാരത് 4 മണിക്ക് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ടൊരു 6:30
ഒക്കെ ആകുമ്പോഴേക്കും എറണാകുളത്തും സുഖമായിട്ട് ഡിലേ ഇല്ലാണ്ട് എത്തി തുടങ്ങും. അപ്പം അങ്ങനെ നമ്മൾ ആലപ്പുഴ ലൈൻ പാസ് ചെയ്തു. ഗോൾഡൻ ഈവനിങ് സൺറൈസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ഹോൾട്ടായ മാവേലിക്കരയിലേക്ക് എത്തുകയാണ്. ഒരു 20 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ട്രെയിനൊക്കെ സത്യം പറഞ്ഞാൽ എന്തിനാണാവോ മാവേലിക്കര സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റോപ്പ് നേടിയെടുക്കുന്നതാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു MP ആണ് ഇവിടുത്തെ MP. പുള്ളിക്കാരന് ഇതുവഴി പോകുന്ന എല്ലാ വണ്ടിയും ഇവിടെ നിർത്തിയില്ലെങ്കിൽ സമാധാനമില്ല. ഒരു മനുഷ്യൻ കയറാനില്ല, പക്ഷെ വണ്ടി നിർത്തണമെന്നാലും. അപ്പോൾ ഇതാണ് മാവേലിക്കര സ്റ്റേഷൻ. ആരും കയറാനില്ല എന്നുള്ള വിഷമം വേണ്ട. ഒരു 3-4 പേര് കയറാനുണ്ട് കേട്ടോ. പക്ഷെ അത്രേ ഉള്ളൂ. നമ്മൾ പുറപ്പെടുകയായി കഴിഞ്ഞു, വിസിലടിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നിർത്തിയെടുത്തു, അത്രേ ഉള്ളൂ. ചെറിയനാട് സ്റ്റേഷനാണ്. നമ്മൾ വേണാട് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണമായിരുന്നു, പക്ഷേ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരുവല്ല എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് വെച്ച് റണ്ണിങ്ങിൽ ക്രോസ് ചെയ്യും. സ്റ്റേഷനിൽ വെച്ചാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ലോക്കവും കോച്ചും ഒക്കെ കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളങ്ങനെ ചെങ്ങന്നൂർ എത്തി. ഇവിടെ അത്യാവശ്യം ആൾക്കാർ കയറാണ്. അത് ശബരിമല പിൽഗ്രിംസും അതല്ലാത്ത യാത്രക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് കയറാൻ. അപ്പം നമ്മളങ്ങനെ പുറപ്പെട്ടു. വേണാട് എക്സ്പ്രസ് थोड़ी देर में प्लेटफॉर्म पर एक पर आएगी ना. നമ്മൾ ഇറങ്ങുന്നതിന് ഉള്ളിൽ വന്നാൽ കാണാമായിരുന്നു. ശബരിമല നട തുറന്നിരിക്കുന്നതുകൊണ്ട് നല്ലോണം പിൽഗ്രിംസ് ഉണ്ട്. ഇത് മിക്കവാറും പുറകിലുള്ള ചാർലപ്പള്ളി മറ്റേ അമൃത് ഭാരതിനും അതുപോലെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിനുള്ള യാത്രക്കാരാവാൻ സാധ്യതയുണ്ട്. തിരക്കുണ്ട്. എല്ലാ അയ്യപ്പന്മാരാണ്. പണ്ടൊക്കെ മാസപൂജയ്ക്ക് ആരും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം മാസപൂജയൊന്നും സീസണൊക്കെ ഒരേപോലെ തിരക്കായി.
അങ്ങനെ ചെങ്ങന്നൂർ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോപ്പ്, അടുത്ത സ്റ്റേഷനായ തിരുവല്ല. വേണാട് എക്സ്പ്രസ് പോകുന്നു. നമ്മൾ തിരുവല്ല എത്തി. തിരുവല്ല നിന്ന് വിടുകയായി. അപ്പുറത്ത് 0608082 എന്ന് പറഞ്ഞ ട്രെയിൻ കാണിക്കുന്നുണ്ട്. 06082 എനിക്കൊന്ന് മറ്റേ ചന്ദ്രകാശി തിരുവനന്തപുരം സ്പെഷ്യലാണെന്ന് തോന്നുന്നു. B15 കാണിക്കുന്നുണ്ട്. ഞാൻ ഫുൾ AC സ്പെഷ്യലാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ തിരുവല്ലയിൽ നിന്നും പുറപ്പെട്ടു. അതായത് ഇങ്ങനെ വെറുതെ ഒരു 10 മിനിറ്റ് ഓടുക നിർത്തുക, 10 മിനിറ്റ് ഓടുക നിർത്തുക. എന്തിനാണോ ഇത്രയും സ്റ്റോപ്പ് കൊടുക്കുന്നത്? തെക്കോട്ട് വാരി കോരി സ്റ്റോപ്പ് കൊടുക്കുന്ന ഈ റെയിൽവേക്ക് വടക്കോട്ട് വടകരയും കൊയിലാണ്ടിയും അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കില്ല. അവിടെ ഒന്നും സ്റ്റോപ്പ് കൊടുക്കില്ല. സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും കേട്ടോ, ഷേക്കിംഗ് ഉണ്ടാവും വീഡിയോന്. സോറി ഫോർ ദാറ്റ്. അപ്പം അങ്ങനെ തിരുവല്ല കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് കൂടി നമ്മൾ ചങ്ങനാശ്ശേരി നിർത്തും. അപ്പം നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് പത്തനംതിട്ട ജില്ലയിൽ കയറി ഇറങ്ങിയിട്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആരും കയറാനില്ലേ? ഫ്രണ്ടിലോട്ട് കയറാനുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കോച്ചിലോട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരിയിലെത്തി. നമ്മൾ മറ്റേ ബോംബെ LTT തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണമായിരുന്നു. അവൻ കോട്ടയത്ത് എത്തുന്നുള്ളൂ. അപ്പോൾ മിക്കവാറും കോട്ടയത്ത് വെച്ച് തന്നെ കാണും. അപ്പോൾ നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പം ഞാൻ ഏകദേശം ഓച്ചിറ മുതൽ വാതിൽക്ക തന്നെ നിൽക്കുകയായിരുന്നു. പിന്നെ കോട്ടയം വരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ആയിരിക്കും എറണാകുളം വരെ. ഈ സ്റ്റേഷനുകളിലൊക്കെ തന്നെ ചെന്നൈ വണ്ടിക്ക് കയറാൻ അത്യാവശ്യം ആളുണ്ട്. LTT തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിലോട് എത്തുകയാണ്. റെയിൽവേസിനോട് അത്യാവശ്യം നല്ലോണം സ്ഥലമുള്ളതാണ്. ഈ സ്റ്റേഷൻ സുഖമായിട്ട് ടേൺ അറൗണ്ട് ഫെസിലിറ്റികൾ ഒരു സ്റ്റേഷനായിട്ട് മാറ്റാവുന്നതായിരുന്നു. കുറേ പ്ലാറ്റ്ഫോം പണിതിട്ടല്ലാണ്ട് അതൊന്നും ചെയ്തില്ല.
സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ്. ഞാൻ ഈ പ്ലാറ്റ്ഫോം എൻട്രി കാണിച്ചിട്ടേ ഇല്ല തോന്നുന്നു ഇന്നേ വരെ. കാര്യം എപ്പോഴും നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയായിരിക്കും, അപ്പുറത്തെ ഏതാ ട്രെയിനുള്ള നോക്കാൻ വേണ്ടി. ഏഴ് 49 എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 7 മിനിറ്റ് ലേറ്റ്. 7:50 നമ്മൾ കോട്ടയം എത്തിയത്. 7:50 എന്ന് പറയുമ്പോൾ 8 മിനിറ്റ് ലേറ്റാണ് നമ്മൾ. അത്രേ ഉള്ളൂ, വലിയ ഡിലേ ഇല്ല. വണ്ടി അത്യാവശ്യം ടൈമിന് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് പൊളിച്ചു പണിയാൻ തോന്നുന്നു. കോട്ടയം സ്റ്റേഷൻ്റെ അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയില്ലേ, അതാണ് നമ്മുടെ മുന്നിലേ വന്ന് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്. അതിവിടെ വന്ന് കിടപ്പായി കഴിഞ്ഞു. 7:53 നമ്മൾ കോട്ടയത്തു നിന്ന് പുറപ്പെട്ടു. ഇതാണ് കോട്ടയത്തെ ബേ ലൈൻ പ്ലാറ്റ്ഫോം. നമ്മുടെ വന്ദേ ഭാരത് ഇടയ്ക്ക് കുറച്ച് കാലം ഒരു ചെന്നൈ സെൻട്രൽ കോട്ടയം സ്പെഷ്യൽ ഓടിയായിരുന്നല്ലോ, അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെമു ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നു. 12 കാറ് കയറും തോന്നുന്നു. നമ്മൾ 7:53 കോട്ടയത്തു നിന്ന് ഇറങ്ങി തുടങ്ങിയായിരുന്നേ. 7:54 അങ്ങനെ കോട്ടയം വിട്ടു. ഇനി നമുക്ക് എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പുള്ളത്. അതിനിടയ്ക്ക് മിക്കവാറും നമ്മുടെ ഡിന്നർ വരും. ഡിന്നർ വരികയാണെങ്കിൽ നമുക്ക് ഡിന്നർ കാണാം. ഈ കുറച്ച് നേരം കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ കാണുന്നതാണ് കോട്ടയത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒഡേസ് റമ്മിൻ്റെ ഇതാണ്. ഡിന്നർ ചപ്പാത്തി കറിയാണ്. ചപ്പാത്തിയും ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു. സംഭവം കുഴപ്പമില്ല. 100 രൂപയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും കറിയും കൊള്ളായിരുന്നു കേട്ടോ. ആ കറി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഒരു കാലത്തൊക്കെ ഹോട്ടലുകളിൽ ഇങ്ങനത്തെ കുറുമ കിട്ടുമായിരുന്നു. കുറുമയല്ല, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി. ചെറിയ എനിക്കൊന്ന് സാമ്പാർ പൊടി ഇടുന്നു തോന്നുന്നു. ചെറിയൊരു സാമ്പാർ സോസ് ഉണ്ടായിരുന്നു. സംഭവം എന്തായാലും കൊള്ളായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. വണ്ടി അത്യാവശ്യം ലേറ്റായി. കാര്യം ഏകദേശം നമ്മുടെ മാർഷലിംഗ് യാർഡ് വരെയൊക്കെ ബിഫോർ ടൈം വന്നായിരുന്നു. ഒരു 8:45 കഴിഞ്ഞപ്പോഴേക്കും ഡി ക്യാബിൻ സിഗ്നലിൽ എത്തിയതായിരുന്നു വണ്ടി. പക്ഷെ അവിടെ ഏകദേശം ഒരു 20-25 മിനിറ്റോ 20 മിനിറ്റിന് മേലെ അവിടെ പിടിച്ചിട്ടു. അതുകൊണ്ട് വണ്ടി ലേറ്റായി. നമ്മൾ ജസ്റ്റ് എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് കയറുന്നു. എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തി. സമയം ഇപ്പോൾ 9:17. 8:55 ഇവിടെ വരേണ്ട വണ്ടിയായിരുന്നു. 22 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ. Thiruvananthapuram North Yeshwanthpur Garib Rath Express has arrived on Ernakulam Town platform number 1. 9:18 എറണാകുളം ടൗണിൽ വന്ന് നിന്നു കേട്ടോ. നമ്മൾ വെറുതെ നമ്മുടെ 20 മിനിറ്റിന് മേലെ നമ്മൾ ലേറ്റായി. Yeshwanthpur Garib Rath Express Ernakulam Town platform number 8 पर എറണാകുളം ടൗൺ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ വൈകിയോട് നിന്ന് വിവേക് എക്സ്പ്രസ്, ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ട്രെയിനിൽ നിന്ന് വേറസ്മ ട്രെയിനിൽ കാണിക്കുന്നില്ല? അപ്പോൾ അങ്ങനെ 9:24 21:24 നമ്മുടെ വണ്ടി എറണാകുളം ടൗണിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. സമയം കുറേ നഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ 8:55 വരുന്ന വണ്ടിയായിരുന്നു. ഇവന്മാർ പിടിച്ചിട്ട് 20 മിനിറ്റിന് മേലെ ലേറ്റാക്കി.
ഇവൻ തൃശ്ശൂർ കറക്റ്റ് ടൈമിന് എത്താന്നുണ്ടെങ്കിൽ 10:30 ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. ഇത്രയും ലേറ്റസ്റ്റിലേക്ക് നമ്മൾ തൃശ്ശൂർ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരുമ്പോഴേക്കും ആ ബസ് പോകും. നമ്മൾ സ്റ്റാർട്ടിങ് കൊണ്ട് ഇനിയിപ്പോൾ വല്ല ദൂരെ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കണം. അങ്ങനെ എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ആലുവയിലാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഇതിൽ കറണ്ട് ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേ. പക്ഷേ കുറേ നേരത്തെ ചത്തെടുക്കുന്നത് ഇപ്പോഴും കോട്ടയമെന്ന് പറയുന്നത്. നമ്മൾ ആലുവ എത്താറായി. പിന്നെ ആലുവ സ്റ്റേഷൻ ഒന്ന് ക്യാപ്ചർ ചെയ്ത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു യാത്രയിലെ പെനൽറ്റിമേറ്റ് ഹോൾട്ടായ ആലുവയിലേക്ക് എത്താണ്. അടുത്ത സ്റ്റേഷൻ തൃശ്ശൂരിൽ നമ്മൾ ഇറങ്ങും. സമയം 9:45. നമ്മൾ ആലുവയിൽ എത്തിയിരിക്കുകയാണ്. വളരെ സൈലൻ്റായിട്ട് നമ്മൾ പുറപ്പെട്ടു. സമയം 9:47 എൻ്റെ വാച്ചിൽ. വളരെ പതുക്കെയാണ് പുതിയ ക്രൂ എടുക്കുന്നത്. എറണാകുളത്ത് ക്രൂ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നല്ല ചെറുക്കോടുകൂടി എടുത്തു. ഇപ്പോഴാണ് ഇത് LHB ആയത്. ഒമ്പത് 48. 3/4 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ ഓടി എത്തിയാൽ 10:30 തൃശ്ശൂർ എത്തും. അപ്പോഴും എനിക്ക് 10:30 ബസ് മിസ്സാവും. 10:30 ബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 12:30 1 മണിയാകുമ്പോൾ വീട്ടിലെത്തിയാണ്. സാരല്ല, ഇനിയിപ്പോൾ അതിനടുത്ത വണ്ടിക്ക് പോകാം. നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എത്ര മണിക്ക് ചെന്നാലും രാവിലെ 6 മണിക്ക് എണീക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആലുവ കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും തൃശ്ശൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയായി. നമ്മൾ തൃശ്ശൂരിലേക്ക് എത്താണ്. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. യാത്ര ഇവിടെ നിന്ന് പെരിന്തൽമണ്ണയിലോട്ട് കൊണ്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഈ ട്രെയിൻ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മളിത് ഇവിടെ ഇറങ്ങും. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ തൃശ്ശൂർ ഇറങ്ങും. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ലോണം തന്നെ ലേറ്റ് ആയിട്ടോ. 20 മിനിറ്റ് മേലെ എന്തായാലും ലേറ്റ് ഉണ്ട്. സമയം ഇപ്പോൾ 10:42. നമ്മൾ തൃശ്ശൂരെത്തി. ഏകദേശം അരമണിക്കൂറിനടുത്ത് ലേറ്റാണ് വണ്ടി. ഇനിയിപ്പോൾ ഞാൻ പതുക്കെ ബസ് സ്റ്റാൻഡിലോട്ട് പോട്ടെ. നമുക്കിനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബസ് കിട്ടുമായിരിക്കും. ഞാൻ പ്ലാറ്റ്ഫോമിൽ വരെ പുറത്തിറങ്ങിയിട്ടില്ല. അതിന് മുമ്പ് വണ്ടി പോയി കഴിഞ്ഞു. ഇപ്പോൾ ലിഫ്റ്റിന് പോകാമെന്ന് വെച്ചാൽ മുന്നോട്ട് വന്നാവും. ഒരു പത്തനംതിട്ട തിരുനെല്ലി ബസ് കിട്ടി പെരിന്തൽമണ്ണ വഴിയുള്ളത്. അത് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമായി. അപ്പോൾ ബസ്സിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വണ്ടി കയറിയിട്ട് അപ്പോൾ ഇതായിരുന്നു ഞാനിവിടെ വരെ വന്ന വണ്ടി. KS 606 പത്തനംതിട്ട ഡിപ്പോയുടെ പത്തനംതിട്ട തിരുനെല്ലി. പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലൊരു വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കണ്ടാകുന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നിർബന്ധമാണ്. നമ്മൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് ചിലപ്പോൾ കോയമ്പത്തൂർ ബസ്
മാനന്തവാടി കോയമ്പത്തൂരാണിത്. അപ്പോൾ റൈറ്റ്, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another video with brand new visuals, brand new route. Until then, bye bye.